ദേശീയപാതയിൽ കോഴിക്കോട് തിരുവങ്ങൂരിൽ അപകട സാധ്യതയെന്ന് നാട്ടുകാർ. സർവീസ് റോഡിനോട് ചേർന്ന പ്രധാന റോഡിൽ വിള്ളൽ രൂപപ്പെട്ടു. നിർമ്മാണ കമ്പനി അടച്ചു. കഴിഞ്ഞ ദിവസമാണ് 400 മീറ്ററോളം ദൂരത്തിൽ റോഡിൽ വിള്ളലുണ്ടായത്. കോഴിക്കോട് നിന്ന് AK ലതീഷ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. കോഴിക്കോട് തിരുവങ്ങൂരിലാണ് ദേശീയപാതയിൽ വിള്ളൽ രൂപപ്പെട്ട സാഹചര്യമുണ്ടായത്. ഈ പാതയിലൂടെ വാഹനങ്ങൾക്ക് സർവീസ് അനുവദിച്ചിട്ടില്ല. എങ്കിലും ഒരു 400 മീറ്ററോളം ദൂരത്തിൽ ഈ വിള്ളൽ രൂപപ്പെട്ടു. ഈ കമ്പനി വളരെ വേഗത്തിൽ തന്നെ ഇത് അടച്ചിട്ടുണ്ട്. അത് എത്ര കണ്ട് പ്രായോഗികമാണ് എന്നുള്ളത് വരും ദിവസങ്ങളിൽ മാത്രമായിരിക്കും നമുക്ക് കാണാൻ കഴിയുക. ഇത് മണ്ണിട്ട് ഉയർത്തിയ ഭാഗം തന്നെയാണ്. ഈ റോഡിലൂടെ, അതായത് മെയിൻ പാതയിലൂടെ വാഹനം കടത്തിവിടാതിനാൽ ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ സർവീസ് റോഡിലൂടെയാണ് ഈ ഗതാഗതം പൂർണ്ണമായും പോകുന്നത്. കണ്ണൂർ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങളാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടതുപോലെ തന്നെ ഈ വിള്ളൽ ഈ സർവീസ് റോഡിനോട് ചേർന്നാണ് എന്നുള്ളതാണ് ഇവർക്ക് ഒരു പ്രശ്നമായി ഇവർ പറയുന്നത്. എന്തായാലും നാട്ടുകാർ നമ്മോടൊപ്പം ഉണ്ട്. എങ്ങനെയാണ് ഇത് ശ്രദ്ധയിൽപ്പെട്ടത്? നിങ്ങൾ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയോ ഈ കാര്യം? ഈ റോഡിൻ്റെ പണി പൂർത്തീകരിച്ചില്ല എന്ന് മാത്രമല്ല, ഒരു മഴയെ പെയ്തിട്ടുള്ളൂ. ഇവിടെ വലിയ വാഹനങ്ങളൊക്കെ ഇനിയും പോകാനുണ്ട്. ആ പോകുന്ന സമയത്ത് ഇങ്ങനെയുള്ള സ്ഥലത്ത് ഇത് പൊളിഞ്ഞ് താഴോട്ട് വീണാൽ വലിയൊരു പ്രശ്നമുണ്ടാവും. തൊട്ടടുത്ത് സർവീസ് റോഡാണ്, തൊട്ടടുത്ത് കടകളുണ്ട്, ആളുകൾ വഴി പോകുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ ഒക്കെ വലിയൊരു ഭീഷണി നേരിടുന്ന ഒരു അവസ്ഥയിലാണ് ഇങ്ങനെ ഒരു പൊട്ട് കണ്ടിട്ടുള്ളത്. അത് നല്ല രീതിയിൽ അതിൻ്റെ പ്രശ്നം പരിഹരിച്ച് നല്ല ശാശ്വതമായ രീതിയിലേക്ക് പോകണമെന്നാണ് ഞങ്ങൾ നാട്ടുകാരെന്ന നിൽക്കുന്നതിലേക്ക് പറയാനുള്ളത്. ഇത് ജനങ്ങളൊരു സ്വപ്ന പദ്ധതിയാണ് നാഷണൽ ഹൈവേ എന്നുള്ളത്. അവിടെയാണ് ഇങ്ങനത്തെ ഒരു പോരായ്മ കാണുന്നത്. ഈ വകാട് എന്ന കമ്പനി എടുത്തെടുത്ത് എല്ലാം ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. മെനഞ്ഞാന്നും ഒരു മഴ പെയ്യുമാണ് ഈ സംഭവം നടന്നത്. അത് കണ്ടു രാവിലെ നടക്കാൻ പോകുന്നവരാണ് ഈ വിള്ളൽ കണ്ടത്. ആ വകാടുകാർ വന്ന് അടയ്ക്കുമ്പോഴാണ് ഞങ്ങൾ തടഞ്ഞത്. ബന്ധപ്പെട്ട അധികാരികളെ ആയിട്ട് ബന്ധപ്പെട്ട് അവർ പറഞ്ഞ് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല, ടാറ് മാത്രമേ പൊട്ടിയിട്ടുള്ളൂ എന്ന് പറഞ്ഞത്. ഈ നാട്ടുകാർ സൂചിപ്പിച്ച പോലെ തന്നെ ആളുകൾക്ക് വലിയ ആശങ്കയുണ്ട്. കാരണം ആ നിലയിൽ അപകടങ്ങൾ കാസർഗോഡാണെങ്കിലും അതേപോലെ തന്നെ മലപ്പുറത്താണെങ്കിലും ഇത്തരത്തിലുള്ള വെണ്ടുകീറലും അതേപോലെ തന്നെ അപകടങ്ങളും ഉണ്ടായ ഒരു പശ്ചാത്തലം കൂടി നാട്ടുകാരുടെ മുമ്പിലുണ്ട്. അതുകൊണ്ടാണ് അത്തരമൊരു ആശങ്ക അവർ പങ്കുവെക്കുന്നത്. ക്യാമറാമാൻ RK ഫിറോഷിനൊപ്പം AK ലതീഷ്.